എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏതർ ജെൻ3 എന്ന് പറയുന്ന വണ്ടി 2.5 വർഷത്തോളമായിട്ട് എന്റെ കൂടെയുണ്ട്. അന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് 1,80,000 രൂപയായിരുന്നു വണ്ടിയുടെ എനിക്ക് മൊത്തത്തിൽ വന്ന കോസ്റ്റ്. അതായത് ഒരു വർഷം കൊണ്ട് തന്നെ അതിന്റെ ചാർജറിന്റെ റീഫണ്ട് ആയിട്ട് 20,000 രൂപ ലഭിക്കുകയും പിന്നീട് വരുന്ന കോസ്റ്റ് 1.5 ലക്ഷം രൂപ മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 62 സംതിങ് കിലോമീറ്റർ ഓടിയപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 1 കിലോമീറ്ററിന് 3 രൂപ വെച്ചിട്ട് പെട്രോൾ വണ്ടി ഓടുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ 1,80,000 രൂപ, ഏകദേശം 6, 12, 3, 18 അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു കിലോമീറ്ററിന്റെ 3 രൂപ വെച്ചിട്ട് കണക്കാക്കുകയാണെങ്കിൽ 1,80,000 രൂപക്ക് പെട്രോൾ അടിക്കേണ്ട സമയം, ഏകദേശം പെട്രോൾ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ ഏകദേശം എണ്ണടിക്കേണ്ട സമയമായിരുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അതായത് 1,80,000 രൂപ എനിക്ക് നിലവിലിപ്പം വണ്ടിയിൽ നിന്ന്, ഈ ഏതർ എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് എനിക്ക് റിട്ടേൺ ലഭിച്ചു എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ 30,000 രൂപ നമുക്ക് മറ്റുള്ള എക്സ്പെൻസ് കണക്കാക്കി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഞാൻ വണ്ടിക്ക് കൊടുത്ത പൈസ എനിക്ക് നിലവിൽ അവിടെ എന്താ പറയുക, വണ്ടി എനിക്കിപ്പോൾ നിലവിൽ ഫ്രീ ആയിട്ടാണ് എന്റെ കൈമിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഓടുന്ന ഓരോ ദിവസം ഓടുമ്പോൾ എനിക്ക് എങ്ങനെ ഏതൊരു വരുമാനം നൽകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് കഴിഞ്ഞ ദിവസം എന്റെ വണ്ടി എന്താക്കി ഞാൻ സർവീസിൽ കൊടുത്ത സമയത്ത് എനിക്ക് ആ സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ എന്റെ സുഹൃത്തിന്റെ വണ്ടി ഒരു 2-3 ദിവസത്തേക്ക് ജസ്റ്റ് ഒന്ന് ഓടാൻ വേണ്ടി, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം എണ്ണയടിച്ചത് 200-250 രൂപക്കായിരുന്നു. കാരണം എന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ആവശ്യത്തിന് ഓടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം 200 മുതൽ 250 രൂപക്കാർ എണ്ണയടിച്ച സമയത്താണ് ഞാൻ കൃത്യമായിട്ട് ഇതിന്റെ ആ കണക്ക് എന്നിലേക്ക് വന്നത്. എന്റെ മൈൻഡിലേക്ക് ശരിക്കും ഓടിച്ചു തന്നാണ്. അതായത് 250 രൂപക്ക് എണ്ണയടിക്കുമ്പോൾ ആ 250 രൂപക്ക് പകരം ഞാൻ അന്ന് എന്റെ ഏതൊരു വണ്ടിയെ ഓടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30 രൂപക്ക് മാത്രം എനിക്ക് എക്സ്പെൻസ് വരുന്ന സമയത്ത് 210 രൂപയോളം എനിക്കത് എന്റെ പോക്കറ്റിൽ പൈസയാണ് പെട്രോൾ അടിച്ച് തീരുന്നത്. അപ്പൊ അത് ഇൻകമായിട്ട് നമുക്ക് അങ്ങോട്ട് കണക്കാക്കാൻ കഴിയുമെന്നാണ് എന്റെ ഈ ഏതർ എന്ന് പറഞ്ഞ വണ്ടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ഓടുന്നത് സാധാരണ ഒരു പെട്രോൾ വണ്ടി ഓടുന്നതിന് പകരം ഇലക്ട്രിക് വണ്ടി ഓടുന്ന സമയത്ത് മൊത്തം ഇൻകമായിട്ട് മാറുന്നു എന്നുള്ളതാണ് എന്റെ ഈ കുറഞ്ഞ ദിവസം കൊണ്ടുള്ള അനുഭവം.